കോട്ടൺ സാരി എപ്പോഴും ഏതൊരു ക്ലൈമറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ. എന്നാൽ അത് ഉടുക്കുമ്പോൾ മെസ്സി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എങ്ങനെ നല്ല വൃത്തിയായിട്ട് ഉടുക്കാമെന്ന് നോക്കിയാലോ. എല്ലാവരും ആദ്യം ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ് ഈ ഫസ്റ്റത്തെ പോർഷൻ കുത്തുമ്പോൾ ഭയങ്കര ചുളുക്കി കൂട്ടിയിട്ട് വെറുതെ എടുത്തിട്ട് അങ്ങനെ കുത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇടുപ്പ് വശം ഭയങ്കര തടിപ്പായിട്ട് തോന്നും കേട്ടോ. ബേസ് ഓക്കെ ആണെങ്കിലേ ബാക്കിയെല്ലാം സാരീൻ്റെ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുത്തുന്ന ടൈമിൽ ഇതൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ടക്കിൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നല്ല നീറ്റായിട്ടുള്ള ഇടുപ്പായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഓവർ തടിപ്പ് ഉണ്ടാവില്ല. ഈവൻ നമുക്ക് വയറുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതല്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പോർഷൻ നല്ല നീറ്റായിട്ട് ടക്കിൻ ചെയ്യുക. ഫസ്റ്റത്തെ പോർഷൻ മാത്രമല്ല, നമ്മൾ റൗണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഫുള്ള് നമുക്ക് ഇതേപോലെ മടക്കിയിട്ട് കുത്തി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ. അത് ബാക്കിലോട്ടും എല്ലാം നമ്മൾ വെറുതെ ചുളുക്കി കൂട്ടി വെക്കുമ്പോഴാണ് ഈ സാരി ഫുള്ള് തടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഭംഗിയില്ലാണ്ട് തോന്നുന്നത്. ഇനി നമുക്ക് പല്ലുവിൽ പ്ലീറ്റ് എടുക്കാം. ഇത് പല്ലുവിൽ പ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള പല മെത്തേഡ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി പറയാം. നമ്മുടെ ഫസ്റ്റത്തെ പ്ലീറ്റ് മാത്രം ഒരു കുറച്ച് വലുതും ബാക്കിയെല്ലാം അതിൻ്റെ പുറകിലേക്കായിട്ട് ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഓരോ വലുതായി പോകരുത്. അങ്ങനെ നമുക്കൊരു അൺഈവൻ ആയിട്ടാണെങ്കിലും എടുത്താൽ മതി. പക്ഷേ ഫസ്റ്റത്തെ വലുതായിരിക്കണം, ബാക്കിയെല്ലാം അൺഈവൻ ആണെങ്കിൽ പോലും ചെറുതായാൽ മതി. എന്നിട്ട് നമുക്ക് ആ ഫസ്റ്റത്തെ ഒരു പ്ലീറ്റ് വിട്ടിട്ട് ബാക്കിയിൽ നമുക്ക് പിൻ ചെയ്യാം കേട്ടോ. ഈ ഒരു പോർഷൻ നല്ല ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ രണ്ടും രണ്ടായിട്ട് കേട്ടോ പിൻ ചെയ്യുന്നത്. ആദ്യത്തെ പ്ലീറ്റ് ഒരെണ്ണം, ബാക്കിയുള്ളതെല്ലാം കൂടി ഒരുമിച്ചും കൂടി ആട്ടോ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാ പ്ലീറ്റ്സും ഒന്ന് ചെസ്റ്റിലേക്ക് ആദ്യമേ തന്നെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈഡിലേക്കുള്ള പോർഷനൊക്കെ നല്ല വൃത്തിക്ക് കിട്ടും. ഇനി നമുക്ക് സൈഡ് പോർഷനാണ് മെയിനായിട്ട് നോക്കേണ്ടത്. സാരി നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നാലാട്ടോ ഭംഗി ഉണ്ടാവുള്ളൂ. തടി ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. കുറേ പേർക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വയറുണ്ട് തടി ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വൃത്തിക്ക് ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സാരിയും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം കേട്ടോ. ഈ പ്ലീറ്റ്സ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ട് ഇതിൻ്റെ എൻഡിൽ വരുമ്പോൾ നമ്മളെല്ലാം എത്തിച്ചിട്ട് എടുക്കാൻ നോക്കണ്ട. ആ ഫസ്റ്റത്തെ ആ എൻഡിലേക്ക് വരുന്ന ആ ഒരു ഫസ്റ്റത്തെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന പ്ലീറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വലുതായിട്ട് കൊടുക്കുക. അപ്പം തന്നെ ഫ്രണ്ട് വശം നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ വലിച്ചെത്തിച്ച് കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഫ്രണ്ട് വശം നീറ്റ് ആവേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ തന്നെ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഒതുങ്ങി കിട്ടുന്നതായിരിക്കും. ആ ഒരു പ്ലീറ്റ് കുറച്ച് വലുതായാലും കുഴപ്പമില്ല, നമ്മളത് വൃത്തിയായിട്ട് എന്നിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കാവേ. ഫ്രണ്ടിൽ ടക്കിൻ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്കെല്ലാം നല്ല നിരത്തിയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിലെ പോർഷൻ എടുക്കാൻ നമുക്ക് പ്ലീറ്റ്സ് ഒന്ന് ചെറുതായിട്ട് കിട്ടണം. മറ്റേ പോലെ ഒന്നും പ്ലീറ്റ്സ് വേണ്ട. നമ്മളിപ്പോൾ നോർമൽ എടുക്കുമ്പോൾ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ വേ. സൈഡ് വഴി നമുക്ക് എടുത്തിട്ട് വലിച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് തന്നെ കുത്തി കൊടുക്കുക. അപ്പോഴായിരിക്കും നല്ല ഒതുങ്ങി നിൽക്കുക. ഫ്രണ്ടിൽ നമ്മൾ നല്ല വലിയ പ്ലീറ്റ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തുണിയൊന്നും ബാക്കിലേക്ക് വരില്ല കേട്ടോ. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ബാക്കിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കണം. അതും നല്ല നീറ്റായിട്ട് തന്നെ. ഇപ്പം കണ്ടാൽ മനസ്സിലാവില്ല, നല്ല സൈഡെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. രണ്ട് സൈഡും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കോട്ടൺ സാരി ഉടുക്കാൻ എത്ര എളുപ്പമാണെന്ന് അറിയുമോ? ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയും അതേപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നാട്ടോ കോട്ടൺ സാരി. അപ്പോൾ പാടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉടുക്കാണ്ട് മാറ്റി വെച്ച് കോട്ടൺ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.